ലൂക്കായുടെ സുവിശേഷം 8-ാം അധ്യായം 40 മുതലുള്ള വചനങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നൊരു സംഭവമാണ്. ഈശോ 12 വർഷമായി രക്തസ്രാവമുണ്ടായിരുന്ന ഒരു സ്ത്രീയെ സുഖപ്പെടുത്തുകയാണ്. അവളെ സുഖപ്പെടുത്താൻ ആർക്കും കഴിഞ്ഞിരുന്നില്ല എന്നാണ് വചനം പറയുന്നത്. അതായത് ലോകത്തിന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാക്കി തരാൻ പറ്റും. മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിനും ദൈവകൃപ ലഭിച്ചവർക്കും സാധ്യമാണെന്ന് വചനത്തിലൂടെ കർത്താവ് നമ്മൾ ഓർമ്മപ്പെടുത്തുന്നില്ലേ? ഇതാ ആ കർത്താവ് അൾത്താരയിലുണ്ട്. 12 വർഷക്കാലം രക്തസ്രാവം ബാധിച്ച സ്ത്രീ യേശു കടന്നു പോകുമ്പോൾ ജനക്കൂട്ടം അവനെ ഇങ്ങനെ ഞെക്കി ഞെരുങ്ങി കടന്നു പോകുമ്പോൾ വിശ്വാസത്തോടെ അവൻ്റെ പിന്നിലൂടെ വന്ന് അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിൽ തൊട്ടവളാണ് ഈ രക്തസ്രാവക്കാരി സ്ത്രീ. എത്രമാത്രം വിശ്വാസം അവൾക്കുണ്ടായിരുന്നു നോക്കിക്കേ. എത്രമാത്രം വിശ്വാസത്തിൻ്റെ ധൈര്യം അവളെടുത്ത് നോക്കിക്കേ. ഒരു സ്ത്രീ ആയിരുന്നിട്ട് പോലും അന്നത്തെ കാലഘട്ടത്തിൽ ആ സമൂഹത്തിൽ അവളെടുത്തൊരു ധൈര്യം, വിശ്വാസം നൽകിയ ധൈര്യമാണ്. എൻ്റെ കർത്താവിനെ ഒന്ന് സ്പർശിക്കാൻ പറ്റിയെങ്കിൽ, അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിലെങ്കിലും ഒന്ന് തൊടാൻ പറ്റിയാൽ എനിക്ക് സൗഖ്യം കിട്ടുമെന്ന് അവൾ ഹൃദയം കൊണ്ട് വിശ്വസിച്ചു. ആ വിശ്വാസം അവൾക്ക് നൽകിയൊരു ധൈര്യമുണ്ട്. ആ ധൈര്യമാണ് അവൾ ഈശോയിലേക്ക് നടത്തിയത്. ആ ധൈര്യമാണ് യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിൽ തൊടാൻ അവളെ ബലപ്പെടുത്തിയത്, ശക്തിപ്പെടുത്തിയത്. അവൾ ആഗ്രഹിച്ചതുപോലെ അവൾ വിശ്വസിച്ചതുപോലെ കർത്താവിൻ്റെ സാന്നിധ്യം അവളിലേക്ക് ഇറങ്ങിയില്ലേ? മോനെ, ഇതാ മറ്റൊരു രക്തസ്രാവക്കാരി സ്ത്രീയുടെ അനുഭവത്തിലായിരിക്കാം നീ ഇപ്പോൾ ആയിരിക്കുന്നത്. വർഷങ്ങൾ 10 12 അറിയില്ല എത്ര നാളുകളായി ഈ ഒരു രോഗത്തിൻ്റെ ഈ ഒരു അസ്വസ്ഥയുടെ നടുവിൽ നിന്റെ ജീവിതം തള്ളി നീക്കുന്നുവെന്ന്. കർത്താവെ, ഈ ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന, വർഷങ്ങളായി കൊണ്ടു നടക്കുന്ന രോഗപീഠകൾ മൂലം വേദനിക്കുന്ന മക്കളുണ്ടെങ്കിൽ പ്രത്യേകം ഇപ്പോൾ ഈ ആരാധനയിലേക്ക് ഞങ്ങൾ ചേർത്ത് നിർത്തുന്നു. ലോകം മുഴുവനും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ രക്തസ്രാവക്കാരിയുടെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാൻ ഈശോയെ നീ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിൽ തൊട്ടപ്പോൾ വചനം പറയുന്നത് എന്നാണെന്നറിയാവോ? തക്ഷണം അവളുടെ രക്തസ്രാവം നിലച്ചു. ആ നിമിഷം തന്നെ, കർത്താവിനെ തൊട്ട അതേ നിമിഷം തന്നെ അവളുടെ രോഗത്തിൽ നിന്ന് അവൾ വിമുക്തയായി എന്നാണ് വചനം പറയുന്നത്. അപ്പോൾ കർത്താവ് ചോദിച്ചു, ആരാണ് എന്നെ സ്പർശിച്ചത്? അപ്പോൾ പറഞ്ഞു, ഒത്തിരി പേര് തിക്കി കൂടുന്നുണ്ടല്ലോ, നിന്റെ ചുറ്റുമുണ്ടല്ലോ. ആരാണ് നിന്നെ സ്പർശിച്ചതെന്ന് ചോദിച്ചാൽ ഒത്തിരി പേരുടെ നടുവിലല്ലേ നീ നിൽക്കുന്നേ? അപ്പോൾ കർത്താവ് പറഞ്ഞു, ഇല്ല, ആരോ എന്നെ തൊട്ടു, എന്നിൽ നിന്നും ശക്തി പുറപ്പെട്ടിരിക്കുന്നു. മോനെ, ഇതാണ് വിശ്വാസം കൊണ്ട് നാം കർത്താവിനെ തൊടുമ്പോൾ സംഭവിക്കുന്നത്. വിശ്വാസത്തിൽ ഞാൻ കർത്താവിനെ സ്പർശിക്കുമ്പോൾ അവൻ്റെ ശരീരത്തോടും ജീവിതത്തോടും എൻ്റെ ജീവിതത്തെ ചേർത്ത് വയ്ക്കുമ്പോൾ സംഭവിക്കുന്നത് അവനിൽ നിന്നും ശക്തി പുറപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കർത്താവേ, നിൻ്റെ ശക്തി കൂടാതെ, നിൻ്റെ സാന്നിധ്യം കൂടാതെ മുന്നോട്ട് പോകാൻ പറ്റാതെ വിറങ്ങലിച്ചും വേദനിച്ചും നിൽക്കുന്ന മക്കളാണ് ഞങ്ങൾ. കർത്താവേ, നിൻ്റെ സാന്നിധ്യം നീ വെളിപ്പെടുത്തണമേ. നിൻ്റെ ശക്തിയുടെ സാന്നിധ്യം നീ വെളിപ്പെടുത്തണമേ. ഇതാ വിശ്വാസത്തോടെ തൊടുന്ന ദൈവമക്കളിലേക്ക് നിൻ്റെ സുഖപ്പെടുത്തുന്ന ശക്തി ഇപ്പോൾ കടന്നു ചെല്ലട്ടെ. എത്ര വർഷം പഴക്കമുള്ള രോഗങ്ങളാകട്ടെ, എത്ര നാളുകളായി ഈ രോഗവുമായി ബന്ധപ്പെട്ട് അസ്വസ്ഥരായിരിക്കുന്നുണ്ടോ, തമ്പുരാനെ, ഇപ്പോൾ ഈ മക്കൾ വിശ്വാസത്തിൽ ആ ധൈര്യമെടുത്ത് നിന്നെ സ്പർശിക്കാനുള്ള കരുത്തെടുത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന വിഷയങ്ങളെ യേശുവേ നീ കാണണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വല്ലാതെ സങ്കടപ്പെട്ട് നിൽക്കുന്ന മക്കൾ ഇതിനകത്തുണ്ട്. വല്ലാതെ ഭാരം വഹിച്ച് തളർന്നു നിൽക്കുന്ന മക്കൾ ഇതിനകത്തുണ്ട്. സ്വകാര്യ ജീവിതത്തിന് ഒത്തിരി സങ്കടങ്ങളും വേദനകളും ദുഃഖങ്ങളുമായി നിന്നെ വിളിക്കുന്ന മക്കൾ ഇതിനകത്തുണ്ട്.
കർത്താവേ, ലോകത്തിൻ്റെ പല കോണുകളിലിരുന്ന്, വിദൂരത്തും വിദേശ രാജ്യങ്ങളിലും ഇരുന്ന് ഈ ആലയത്തോട് ചേർന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന നിരവധിയായ മക്കൾ, ജോലിയില്ലാതെ വേദനിക്കുന്നവർ ഇതിനകത്തുണ്ട്, കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാർ ഇതിനകത്തുണ്ട്, മക്കളെ ഓർത്ത് വേദനിക്കുകയും കണ്ണുനീര് കുടിക്കുകയും ചെയ്യുന്ന മക്കൾ, മാതാപിതാക്കൾ ഇതിനകത്തുണ്ട്. ഈശോയെ, പഠന മേഖലകൾ പാതി വഴിക്ക് ഉപേക്ഷിക്കേണ്ടി വന്ന മക്കൾ, ജീവിതത്തിൻ്റെ വല്ലാത്ത സങ്കടങ്ങളുടെ സംഘർഷങ്ങളുടെ അനുഭവത്തിലായിരിക്കുന്നവർ, തീരുമാനങ്ങൾ എടുക്കാൻ പറ്റാത്ത രീതിയിൽ ചില ജീവിതത്തിൻ്റെ നാൽക്കവലകളിൽ വിറങ്ങലിച്ച് നിൽക്കുന്ന മക്കൾ ഇതിനകത്തുണ്ട്. ഈശോയെ, ഈശോയെ, നീ ഇവരെ സ്പർശിക്കണമേ. ഇതാ നിന്നെ തൊടാനുള്ള ആഗ്രഹം നീ മാനിക്കണമേ. നിന്നിൽ നിന്നും ശക്തി പുറപ്പെടുന്ന സമയമായി തമ്പുരാൻ ഇത് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അത്ഭുത സൗഖ്യങ്ങൾ ഇപ്പോൾ ഈ കൂട്ടായ്മയിൽ സംഭവിക്കട്ടെ. അത്ഭുത വിടുതലുകൾ ഈ കൂട്ടായ്മയിൽ സംഭവിക്കട്ടെ. അത്ഭുതകരമായ ദൈവ സാന്നിധ്യത്തിൻ്റെ സാക്ഷ്യങ്ങൾ ഈ കൂട്ടായ്മയിൽ ഉണ്ടാകട്ടെ. കരങ്ങൾ 2 ദിവസത്തിലേക്ക് ഉയർത്തിപ്പിടിക്കാം. മക്കളെ, ഇതാ കർത്താവിൻ്റെ സാന്നിധ്യ ശക്തി, ജീവിക്കുന്ന ദൈവത്തിൻ്റെ ശക്തി നിന്നിലേക്ക് പ്രവഹിക്കുന്ന സമയമാണ്, കുത്തിയൊഴുകുന്ന സമയമാണ്. ജോർദാൻ നദി കുലം കുത്തി ഒഴുകിയെന്ന് പറയാം. അതുപോലെ ഇതാ സ്വർഗത്തിൻ്റെ സാന്നിധ്യം, ദൈവ സാന്നിധ്യം ഇതാ നിന്നിലേക്ക് പ്രവഹിക്കുന്ന സമയമാണ്. വിശ്വാസത്തോടെ ഒന്ന് തൊട്ടേ, ചങ്ക് തുറന്ന് ഹൃദയം തുറന്ന് ദൈവമേ എന്നൊന്ന് വിളിച്ച്, ഈശോയെ നീ എന്നെ തൊടണമേ എന്നൊന്ന് പറഞ്ഞ്, ദൈവമേ എൻ്റെ മകനെ, എൻ്റെ മകളെ, എൻ്റെ ജീവിത പങ്കാളിയെ, എൻ്റെ കുടുംബത്തെ, ഇപ്പോൾ കടന്നു പോകുന്ന സമാധാനമില്ലാത്ത കുടുംബത്തിൻ്റെ അവസ്ഥയെ, അന്തരീക്ഷത്തെ ദൈവമേ നീ തൊടണമേ. കർത്താവേ, നിൻ്റെ വലതുകരം നീട്ടണമേ. ഇതാ നിൻ്റെ സന്നിധിയിലേക്ക് നീട്ടിപ്പിടിച്ചിരിക്കുന്ന ഈ കരങ്ങളിലൂടെ നിൻ്റെ സാന്നിധ്യം ഇറങ്ങട്ടെ. ഈ അൾത്താരയിൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്ന സ്വർഗീയ സാന്നിധ്യം യേശുവേ ഈ മക്കളുടെ കരങ്ങളിലൂടെ ഈ കുടുംബങ്ങളിലേക്ക് ഒഴുകിയിറങ്ങട്ടെ. ഇവിടെ നിയോഗങ്ങളിലേക്ക് വർഷിക്കപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇരുകരങ്ങളും ഉയർത്തി ഏതാനും നിമിഷം കർത്താവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. കർത്താവേ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. യേശുവേ നിന്നെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. നിൻ്റെ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ വിശുദ്ധീകരിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. നിൻ്റെ കരുണ കൊണ്ട് ഞങ്ങളെ പൊതിഞ്ഞു പിടിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി. ഈശോയെ ആരാധന, അർഹിക്കാത്ത നന്മകളും കരങ്ങൾ കൂപ്പി എനിക്കേകിടും ദയാനിധി. ഈശോയെ അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും ദയാനിധി. യാചിക്കാത്ത നന്മകൾ പോലുമേ എനിക്കേകിയോനി സ്തുതി. യാചിക്കാത്ത നന്മകൾ പോലുമേ എനിക്കേകിയോനി സ്തുതി. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. കർത്താവിൻ്റെ സന്നിധിയിൽ ഈ നിമിഷങ്ങളിൽ സമർപ്പിച്ച എല്ലാ പ്രാർത്ഥനകളും നിയോഗങ്ങളും തമ്പുരാൻ ഏറ്റെടുത്തെന്ന് വിശ്വസിക്കുക. കർത്താവിനെ സ്പർശിച്ചപ്പോൾ കർത്താവിൽ നിന്നും
രക്തസ്രാവക്കാരിയുടെ ജീവിതത്തിലേക്ക് കർത്താവിൻ്റെ ശക്തി പുറപ്പെട്ടില്ലേ? ഇതാ ഈ നിമിഷങ്ങളിൽ തമ്പുരാനെ തൊട്ട നിമിഷമാണ്. തമ്പുരാനിൽ നിന്ന് നമ്മളിലേക്ക് സൗഖ്യവും വിടുതലും അവൻ്റെ സാന്നിധ്യമൊക്കെ നമ്മളിലേക്ക് വർഷിക്കപ്പെട്ട സമയമാണ്. ഈ നിമിഷങ്ങളെ ഓർത്ത് നന്ദി പറഞ്ഞ് ആരെല്ലാം മനസ്സിൽ നിങ്ങൾ പ്രാർത്ഥനയുടെ നിയോഗമായി സൂക്ഷിച്ച് സമർപ്പിക്കുന്നുണ്ടോ അവരെല്ലാം ദൈവസന്നിധിയിലേക്ക് ഉയർത്താം. പ്രത്യേക നിയോഗങ്ങൾ സമർപ്പിക്കാം. ഈ ആലയത്തിലെ ശുശ്രൂഷകൾ അനുഗ്രഹിക്കപ്പെടാൻ ആഗ്രഹിച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന ഞങ്ങളെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഈശോയെ ഞങ്ങളെ ശരണപ്പെടുന്നു.